സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കീഴിലുള്ള പത്തനംതിട്ട കോന്നി CFRD കോളേജിൽ വാട്ടർ ടാങ്കിൽ ചത്ത ഉടുമ്പും ചത്ത പാമ്പും വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ നടത്തിയ പരിശോധനയിലാണ് ചത്ത ഉടുമ്പിനെയും ചത്ത പാമ്പിനെയും കണ്ടെത്തിയത്. ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി കോളേജിന് 2 ദിവസത്തെ അവധി നൽകി. കോന്നി CFRD കോളേജിലെ വാട്ടർ ടാങ്കിന്റെ മുകളിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ കാട് കയറി കിടക്കുന്ന സ്ഥലമാണ് കോളേജിന്റെ വാട്ടർ ടാങ്ക്. നിലവിൽ ഏതാണ്ട് 140ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിൽ വിദ്യാർത്ഥികൾ മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. ഇതിലാണ് ഒരു ഉടുമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഷിഗല്ല പോലെ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്താണ് ഇത്ര അലക്ഷ്യമായി വൃത്തികേടായി ഈ വാട്ടർ ടാങ്ക് സൂക്ഷിച്ചിരിക്കുന്നത്. ശുചിമുറികളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കോളേജിലെ വാട്ടർ ടാങ്ക് പരിശോധിക്കുന്നത്. കാട് വെട്ടിത്തെളിച്ചാണ് വിദ്യാർത്ഥികൾ വാട്ടർ ടാങ്കിനരികിലേക്ക് ചെന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചത്ത ഉടുമ്പിനെ കണ്ടത്. ടാങ്ക് വൃത്തിയാക്കിയിട്ട് കാലങ്ങളായെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ടാപ്പ് തുറന്നപ്പോൾ മണം വന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് സംശയത്തിൽ വെച്ച് ഞങ്ങൾ മണ്ടൽ ടാങ്ക് നോക്കിയത്. നേരെ ചൊവ്വേ പ്രൊട്ടക്റ്റഡ് അല്ല ഏരിയ. നോർമലി വന്നു കഴിഞ്ഞാൽ വീടുന്നൊരു സ്ഥിതി നിൽക്കുവാണത്. യൂണിയൻ മാറി മാറി വരുമ്പോൾ അവർ ലെറ്റർ കൊടുക്കാറുണ്ട്, AOയ്ക്കും പ്രിൻസിപ്പലിനും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അവരൊരു ഇതും ഇതുവരെ ചെയ്തിട്ടില്ല. കോളേജ് ക്യാമ്പസ് കാട് പിടിച്ച നിലയിലാണ് എന്നും കാട് വെട്ടിത്തെളിക്കാൻ പലതവണ പരാതി നൽകേണ്ട അവസ്ഥയാണ് എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥിരമല്ല. ഓരോ മാസത്തേക്ക് ഓരോ നമുക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കൊരു ബേസിക് ഫെസിലിറ്റീസ്, അതായത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു ബേസിക് ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് തന്നെ നമുക്കുള്ള വിഷയങ്ങൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ചത്ത ഉടുമ്പിനെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി. ചത്ത അഴുകിയ നിലയ്ക്ക് പിള്ളേർ വിളിച്ചപ്പോഴായിരുന്നു നമ്മൾ കണ്ടത്. അതിനെ ഇപ്പം നമ്മളിപ്പം കോന്നി വെറ്ററിനറി ഓഫീസറെ അടുത്ത് കൊണ്ടുപോകും. ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യും. ടാങ്കുകൾ വൃത്തിയാക്കാൻ കോളേജിന് 2 ദിവസത്തെ അവധി നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. ഫുഡ് ടെക്നോളജി ബിരുദാനന്തര കോഴ്സുകളിലായി 140ഓളം വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.